കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പലരും കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരന്തരമായിട്ട് നിയമസഭാ സമ്മേളനങ്ങൾ കാണുന്നവരായിരിക്കും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പ്രാവശ്യത്തെ നിയമസഭാ സമ്മേളനം കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷവും അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലക്ക് വി ഡി സതീശന്റെ പെർഫോമൻസും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷെ ഒരു പ്രയാസം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷവും ശക്തമാവുമ്പോഴാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പ്രതിപക്ഷം അങ്ങനെ വീക്കായി പോകുന്നുണ്ടോ എന്ന് സംശയം. കാരണം പിണറായി വിജയന്റെ അച്ചടി പോലത്തുള്ള സംസാരവും ബാലഗോപാലിന് ഇടയ്ക്കിടയ്ക്ക് കയറിയുള്ള സംസാരങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പ്രതിപക്ഷത്തിനുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷം എന്തായാലും ഒരു പുതിയ സ്ട്രാറ്റജിയുമായിട്ട് വരേണ്ടതുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തെയും ഇടതുപക്ഷത്തെയും സാരമായി ബാധിക്കുന്നതിനും ചെയ്യും. മാത്രമല്ല BJPയുടെ 3 അംഗങ്ങളുണ്ട്. BJPയുടെ 3 അംഗങ്ങളും കാര്യമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ പ്രതിപക്ഷത്തിരുന്ന് കാണുന്നുമില്ല. ബിക്കോസ് 3 പേരും ഭയങ്കര കേപ്പബിൾ ആയ ആളുകളാണ്. മുരളീധരനായാലും അല്ലെങ്കിൽ രാജീവ് ആണെങ്കിലൊക്കെ മുമ്പ് കേന്ദ്രമന്ത്രിമാരായ ആളുകളാണ്. മാത്രമല്ല ഭയങ്കര എഫിഷ്യന്റ് ആയ ആളുകളും കൂടിയാണ്. ബട്ട് അവർക്കൊന്നും വേണ്ട രൂപത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നലും കൂടിയും പ്രതിപക്ഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴുണ്ട്. എന്തായാലും പ്രതിപക്ഷം കൂടുതൽ ശക്തമായ പുതിയ സ്ട്രാറ്റജീസുമായിട്ട് ഭരണപക്ഷത്തിനെതിരെ നിൽക്കണം. ഒരു ഏകപക്ഷീയമായ ഭരണപക്ഷമല്ല നമ്മൾ ഒരു മലയാളിയും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.